മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെ അങ്കലാപ്പുന്നതിന് കാരണം ഇതാണ്. ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വന്നെങ്കിലും ഒരു ഉത്തരവ് പോലും നമ്മളെ മാന്യമായി പരിഗണിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ചോദിക്കുകയാണ് പെട്ടെന്നൊരു സമരം ഉണ്ടാകാൻ കാരണം എന്താണ്? പെട്ടെന്നല്ല, കഴിഞ്ഞ 4 വർഷമായി ഞാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോയപ്പോൾ അഭിമന്യ സൂസപ്പാക്യം പിതാവ് മാത്രം ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് നൽകുക 4-5 നിവേദനങ്ങളുണ്ട്. ഇവരൊക്കെ ഇത് മനസ്സിലാക്കണം. 4-5 നിവേദനങ്ങൾ മുഖ്യമന്ത്രിക്ക് മാത്രം നൽകിയിരുന്നു. അതിന്റെ വെളിച്ചത്തില് മന്ത്രിമാര് വെള്ളയമ്പല വരമനയിൽ വന്ന 4 പ്രാവശ്യമെങ്കിലും ചർച്ചയ്ക്കിരുന്നു. പക്ഷേ ഒരു ഉത്തരവ് പോലും സ്ഥലം കണ്ടെത്തി ഇത്ര സ്ഥലം ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് പാർപ്പിടം നിർമ്മിക്കാനായി ഉത്തരവിറക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞതാണ് ഇവർക്ക് വീണ്ടും ഫ്ലാറ്റ് കൊടുക്കാമെന്ന്. നമ്മുടെ ഫ്ലാറ്റിൽ കഴിയുന്ന ആളുകളുടെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റിനോടനുബന്ധിച്ച് സാമൂഹ്യ സൗകര്യങ്ങൾ, അവിടെ ചന്ത, കുട്ടികൾക്ക് അംഗൻവാടി, ആരോഗ്യത്തിനുള്ള സംവിധാനം, ശുദ്ധജലം, അതുപോലുള്ള സൗകര്യങ്ങൾ വേണ്ടത്ര ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ വീണ്ടും ഊരാളുങ്കരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലാറ്റ് നിർമ്മിച്ചത്. അവരെ കൊണ്ട് വീണ്ടും ഫ്ലാറ്റ് നിർമ്മിക്കാനുള്ള നിർദ്ദേശമാണ്. നമ്മളത് തള്ളിക്കറിയുകയാണ്. ഫ്ലാറ്റ് അല്ല നമുക്ക് വേണ്ടത് മനോഹരമായ ഒരു ഹൗസിംഗ് കോംപ്ലക്സ്. ആ പ്രദേശത്ത് ഒറ്റപ്പെട്ട 3 സെന്റിൽ കുറയാത്ത വസ്തു അനുവദിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അന്തസ്സായി താമസിക്കാനുള്ള പാർപ്പിടം നിർമ്മിച്ചു തന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഈ പാർപ്പിടം മാത്രം തന്നാൽ പോരാ. നമ്മളൊക്കെ ശ്രദ്ധിക്കുകയാണ്, കേരളിന് വേണ്ടി വസ്തു എടുക്കുമ്പോൾ 3 മടങ്ങ് തുക കൊടുക്കാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ വലിയ തുറയിലും കൊച്ചുതോപ്പിലും തോപ്പിലും കണ്ണാന്തുറയിലും വെട്ടുകാടിലും വലിയ വേളിയിലും കൊച്ചുവേളിയിലും ചെറിയ തുറയിലും പൂന്തുറയിലും ഒക്കെ വീട് നഷ്ടപ്പെട്ടത് ഈ പാറകൾ, പശ്ചിമഘട്ടത്തിൽ നിന്ന് പാറകൾ കടലിലേക്ക് തള്ളിയതുകൊണ്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാലാവസ്ഥ മാറ്റം കൊണ്ടാണ്. കാലാവസ്ഥ മാറ്റം കടൽ തീരത്ത് മുഴുവനും ബാധിക്കണ്ടേ? എന്നാൽ ഈ ഭാഗത്ത് ബാധിക്കണ്ടേ? ഈ പറഞ്ഞിരിക്കുന്ന തുമ്പ മുതൽ ആ ഭാഗത്ത് ബാധിക്കണ്ടേ? അപ്പൊ കള്ളങ്ങളുടെ ഒരു നിര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾക്കും വീടുകൾക്കും തത്തുല്യമായ, നമ്മൾ 3 തവണ എന്ന് പറയുന്നില്ല, തത്തുല്യമായ കോമ്പൻസേഷൻ നൽകണം. നമ്മുടെ വീടുകൾക്ക്, പട്ടണത്തിലെ വീടുകൾക്കും സ്ഥലങ്ങൾക്കും തത്തുല്യം അവിടുത്തെ തറവില നിശ്ചയിച്ച് നമുക്ക് തുക തരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള വേണ്ടത്ര നമ്മളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിങ്ങനെ TV-യിലൂടെ അറിയിക്കുകയാണ്. നിങ്ങളെയൊക്കെ വിളിക്കാൻ സങ്കോചമാണ്. കഴിഞ്ഞ ദിവസം ഫിഷറീസ് മന്ത്രി പല അടവുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഫിഷറീസ് മന്ത്രി ആദ്യമായിട്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി യൂണിയനുകളെ വിളിച്ചു. നമ്മളാരും വിളിച്ചില്ല, യൂണിയനുകളെ വിളിച്ച് നമ്മളെയൊക്കെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചുണക്കുട്ടന്മാരായ യൂണിയൻ പ്രതിനിധികൾ, ഭാരവാഹികൾ ധീരതയോടുകൂടി മന്ത്രിയോട് ചോദിച്ചു, ഈ സമരത്തിന് കിടക്കുന്ന ആളുകളുടെ ന്യായമായ ആവശ്യങ്ങൾ കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഒന്നിനു പിറകെ ഒന്നായി അവിടെ കൂടി എല്ലാ ട്രേഡ് യൂണിയനുകളും, പാർട്ടി ട്രേഡ് യൂണിയൻ ഉൾപ്പെടെ എല്ലാ ട്രേഡ് യൂണിയനുകളും സമമായി നമ്മളോട് ചേർന്നുകൊണ്ടാണ് സംസാരിച്ചത്. മന്ത്രി എടുക്കുക അടവുപയോഗിച്ച് ചാടിപ്പോയി. നിയമസഭ നടക്കുകയാണ്, നിയമസഭയിൽ പോകണം. പോയിട്ട് തിരിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അലസിപ്പിരിയുകയാണ് ചെയ്തത്. അതുപോലെ മറ്റൊരവസരത്തിൽ ജില്ലാ കളക്ടറിനെ വിളിച്ചിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുന്ന വഴി. അപ്പൊ ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞു, എനിക്ക് മീറ്റിംഗിന്റെ കത്ത് വാട്സാപ്പിലെങ്കിലും അയക്കണമെന്ന്. ഞാൻ വെള്ളയമ്പലത്തിലെത്തിയപ്പോൾ എനിക്ക് കത്ത് ലഭിച്ചിരുന്നു. കത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ലോ ആൻഡ് ഓർഡർ, നിയമവാഴ്ച ഉറപ്പുവരുത്തുവാനായി സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. നമുക്കൊക്കെ മനസ്സിലായി. അവർ വിചാരിച്ച് നമ്മളൊക്കെ പഴയ ഉപ്പുവെള്ളമാണെന്നാണ്. നമുക്ക് കൃത്യം മനസ്സിലായി.
മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി നമ്മളെ സമ്മർദ്ദത്തിലാക്കാനാണ് വിളിച്ചത്. നമ്മളെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ഈ പോർട്ട് നിർമ്മാണത്തിന് നമ്മൾ തനുകൂലിക്കണം. പക്ഷേ നമ്മുടെ അച്ഛന്മാർ പോയി, ഞാൻ പോയില്ല. കാരണം ഈ അടവെനിക്ക് മനസ്സിലായി. മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ അച്ഛന്മാർ പോയി മറ്റ് കാര്യങ്ങളെ എടുത്തപ്പോൾ വളരെ തന്റെ ഇടത്തോടുകൂടി പറഞ്ഞു, ഈ നിയമവാഴ്ചയെ കുറിച്ച് ചർച്ച ചെയ്യാനായി വിളിച്ച ഞങ്ങൾ എന്തിനാണ് പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? അത് ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ഇക്കാര്യങ്ങളിലൊക്കെ നീങ്ങുന്നത്. ഞാൻ രണ്ട് കാര്യങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ആകാശത്ത് നിന്നൊരു മുന്നറിയിപ്പ് വരും, നാളെ കടലിൽ പോകരുത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ തന്നെ എത്ര പ്രാവശ്യമാണ് ഈ മുന്നറിയിപ്പുകൾ വന്നത്. നമ്മളിങ്ങനെ ആകാശത്ത് നോക്കി നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമോ? നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമോ? കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമോ? അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ മിനിമം വേതനം നമുക്ക് നൽകണം, അന്തസ്സായ വേതനം. ഇങ്ങനെ നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൃഷി ഗവൺമെന്റിന്റെ തന്നെ പദ്ധതിയുണ്ട്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 190 രൂപ കൊടുക്കുന്നുണ്ട്. അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ എന്തെങ്കിലും കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ്. അതുപോലെ തന്നെ നമ്മളെ മണ്ണെണ്ണയുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഖജനാവിലേക്ക് വലിയ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നവരാണ് നമ്മളെയൊക്കെ പുറം കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുകയും തട്ടുകയും തള്ളിത്തെറിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട ഈ വിഴിഞ്ഞത്ത് നടക്കുന്ന വലിയ ഭയാനകമായ പുലിമുട്ട് നിർമ്മാണമാണ് തീരശോഷണത്തിന്റെ കാരണമെന്നും നമ്മുടെ വീടുകൾ നഷ്ടപ്പെടുന്നതെന്നും ഇതിനകം തന്നെ നടത്തിയ ദേശീയ ഹരിത ട്രൈബ്യൂണലും ദേശീയ പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ കണ്ണുരുട്ടി അദാനിയുടെ കിങ്കരന്മാരെ കൊണ്ട് കണ്ണുരുട്ടി ഇവിടെ നിന്ന് വായിക്കാമെന്നുള്ള മുഖകൂട്ട ലക്ഷ്യമാണ് അവർക്കുള്ളത്. നമ്മൾ ഈ 7 ആവശ്യങ്ങളും പൂർണ്ണമായും നേടിയെടുത്തെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങത്തുള്ളൂ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും മാത്രം ആവശ്യമല്ല. കഴിഞ്ഞ ദിവസം ഈ ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി ദിനകരൻ, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ദിനകരൻ സാർ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഫാദർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ബസ്സാണ്. ഈ സമരം നമ്മൾ വിജയിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ അറബിക്കടലിൽ കല്ലിൽ കെട്ടി താഴേണ്ടി. അതുപോലെ തന്നെ മുസ്ലിം സംഘടനയിലെ കുട്ടി അഹമ്മദ് കുട്ടി മുൻ MLA-യും മന്ത്രിയും അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്, ധീരതയോടുകൂടി മുന്നേറുക. ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തകര്, ഈ പറഞ്ഞിരിക്കുന്ന പശ്ചിമഘട്ടം സംരക്ഷക പ്രവർത്തകര്, ഈ പാറകൾ വെട്ടിയെടുക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്നവർ, ധാരാളം സംഘടനകൾ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കേരളത്തിലെ 12 ലത്തീൻ രൂപതകളുടെ പ്രതിനിധികൾ ആനിമേഷൻ സെന്ററിൽ കൂടുകയാണ്. ജില്ലാതലങ്ങളിൽ, കടലിൽ, ഈ പറഞ്ഞിരിക്കുന്ന തുറമുഖങ്ങളിലൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ സ്തംഭനങ്ങൾ ശ്രദ്ധിക്കും. നമ്മുടെ കൂട്ടായ്മയുടെ കരുത്ത് മനസ്സിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ നടപടികൾ. നമുക്കറിയാം, മുതലപ്പുഴി മരണപ്പുഴിയായിരിക്കുകയാണ്. ഇതിനകം തന്നെ 50 പേര് ഈ സീസണിൽ 2 യുവ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു. മുതലപ്പുഴിയുടെ അശാസ്ത്രീയമായ എല്ലാ വശങ്ങളും പുനരുദ്ധരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ താഴമ്പള്ളി മുതൽ മാമ്പള്ളി വരെ വീടുകൾ നഷ്ടപ്പെട്ടു. പരുത്തിയൂർ, കൊല്ലങ്കോട് പ്രദേശങ്ങളിലൊക്കെ വീടുകൾ നഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ അനാഥരായി കഴിയുകയാണ്. ഈ സ്ഥിതി
ഇനിയും തുടരാൻ പാടില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുകയാണ്, ഞങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ, നേരത്തെ ബഹുമാന്യനായ നമ്മുടെ ഫൊറോന വികാരി പറഞ്ഞു, അവസാനത്തെ വൈദികൻ പോലും ഈ ഭൂമിയിൽ ജീവൻ ഹോമിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ആദ്യം തന്നെ കുറെ അമ്മമാരൊക്കെ പറഞ്ഞു, നിങ്ങളല്ല ഞങ്ങളൊക്കെ ഈ സ്ഥലത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഉപവാസത്തിന് സന്നദ്ധമാണ്. നമ്മൾ ഈ സമരം വ്യാപിപ്പിക്കും, ശക്തമാക്കും. നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരഭൂമിയിൽ തന്നെയായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നാളെ മുതൽ നമ്മൾ പ്രാർത്ഥനയുടെ ഐക്യം കൂടി നടത്തുകയാണ്. ആദ്യം ദേവാലയങ്ങളിൽ നമ്മുടെ ബലിയോടനുബന്ധിച്ച് നടത്താൻ പ്രാർത്ഥന, അത് കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബ യൂണിറ്റുകളിലുമൊക്കെ നടത്താൻ പ്രാർത്ഥന. തിങ്കളാഴ്ച നമ്മുടെ അഭിമന്യ സൂസപ്പാക്കി പിതാവ് ഉൾപ്പെടെ, തോമസ് ചൈനറ്റോ പിതാവ് ഉൾപ്പെടെ, ഇന്നലെ വൈകുന്നേരം ക്രിസ്തുദാസ് പിതാവ് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാനും അവിടെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ നേതൃത്വത്തില്, നമ്മുടെ വൈദികരുടെ നേതൃത്വത്തില് നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രംഗത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അതിന്റെ ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഡൽഹി ചലോ എന്ന നമ്മുടെ രാജ്യത്തെ ചുമക്കുട്ടന്മാരായ കർഷകർ രംഗത്തിറങ്ങിയതുപോലെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മറ്റൊരു ചരിത്രം കൂടി നമുക്കുണ്ട്. 1990 വിദേശ കപ്പലുകൾക്ക് നമ്മുടെ ഈ സമുദ്രത്തിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതി നൽകിക്കൊണ്ട് ലെറ്റർ ഓഫ് പെർമിറ്റ് കേന്ദ്ര മന്ത്രിസഭ നൽകിയപ്പോൾ രാജ്യത്താകമാനം അലയടിച്ച മത്സ്യത്തൊഴിലാളികളുടെ സമരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലെറ്റർ ഓഫ് പെർമിറ്റ് ഒന്നൊന്നായി പിൻവലിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് കർഷകരൊക്കെ അവരുടെ വിത്തിന്മേലുള്ള അവകാശമൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്തെ മുഴുവനും വിദേശ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതുവാനായിട്ട് നമ്മുടെ രാജ്യം തുനിഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി അടരാടിയ പശ്ചാത്തലവും പാരമ്പര്യവുമുള്ള ആളുകളുടെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ചങ്കൂറ്റത്തോടുകൂടി, ആ തന്റേടത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഇത് അതുപോലുള്ള ഒരു ഐതിഹാസികമായ സമരമാണ്. ആ സമരം കണ്ട് ഈ സമരം നിർത്തലാക്കുവാനായിട്ട് ഭരണാധികാരികൾ മുന്നോട്ട് വരാത്ത പക്ഷം ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. അതിനെക്കുറിച്ച് ആലോചിക്കണം. അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ഞാൻ 5 തെങ്ങ് മേഖലയിലേക്ക് പോകാൻ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ രൂപവും ഭാവവും മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ പിന്തിരിപ്പിക്കാനായിട്ട് ചില ആളുകൾ നിഗൂഢമായ ചില വാഗ്ദാനങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് വരും. അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് മന്ത്രി കണ്ടം ചാടി ഓടിയതുപോലെ ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.